പ്രിയമുള്ള കൃഷി സ്നേഹികളെ, അഗ്രിഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷിയും അതിൻ്റെ പരിപാലനവും ഒക്കെ നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അഗ്രിഫോറി എന്ന് പറയുന്ന ചാനൽ. പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു കാർഷിക വിളയുമായിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളി കൃഷി. തക്കാളി കൃഷി പലരും ചെയ്യുന്നതാണ് വീടുകളിലൊക്കെ. നമ്മളിത് അതിൻ്റെ ഒരു കാര്യം, എങ്ങനെ തക്കാളി കൃഷി ചെയ്യാമെന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തിലൊക്കെ പ്രധാനമായിട്ടും തക്കാളി, ഉരുളക്കിഴങ്ങുകൾ, അതുപോലെ തന്നെ സവോളയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ വെക്കാൻ സാധിക്കും. തക്കാളി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ്. ചെടിച്ചട്ടികളിലും ചാക്കുകളിൽ, വേണമെങ്കിൽ ഗ്രോ ബാഗുകളിൽ, ഇതിലെല്ലാം നമുക്ക് ഇതിൻ്റെ നടിയിൽ മിശ്രിതം നിറച്ച ശേഷം തൈകൾ പറിച്ച് നട്ട് ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. കൂടാതെ വിത്ത് പാകി മുളപ്പിച്ചും നമുക്ക് ഈ ഒരു കൃഷി ചെയ്യാം. തക്കാളി ഒരു ഉഷ്ണകാല സസ്യമാണ്. ഉഷ്ണമേഖലയിൽ വരണ്ട പ്രദേശങ്ങളിലാണ് ഇവ സമൃദ്ധമായിട്ട് വളരുന്നത്. ബാക്ടീരിയ വാട്ടമില്ലാത്ത ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തക്കാളി കൃഷിയിൽ ശക്തി, മുക്തി, അനഘ, വെള്ളയാണി, വിജയ്, മനുലക്ഷ്മി എന്നിവ ബാക്ടീരിയ വാട്ടം ചേർക്കാൻ കഴിവുള്ള ഇനം തക്കാളിയാണ്. തക്കാളി കൃഷിയെ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, വിത്തുകൾ പാകി മുളപ്പിച്ച് വിത്തുകൾ 1 മണിക്കൂർ 2% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. 1 മാസം പ്രായമായിട്ടുള്ള തൈകൾ പറിച്ച് നടുന്നതാണ് നല്ലത്. നടുന്നതിന് മുമ്പായിട്ട് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കുന്നത് വളരെ നന്നായിട്ടിരിക്കും. നേരിട്ട് മണ്ണിൽ നടുമ്പോൾ മണ്ണ് നന്നായി കൂടുതലായിട്ട് കിളച്ചിളക്കണം. കല്ലും കട്ടയും കളഞ്ഞ് അടിവളമായിട്ട് ഉണങ്ങിയ ചാണകം, കമ്പോസ്റ്റ് ഇവ ചേർക്കാൻ സാധിക്കണം. കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ പുളിപ്പ് കുറയ്ക്കുന്നത് വളരെ അത്യുത്തമമാണ്. നമ്മൾ മുൻപ് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കൃഷിക്കും കുമ്മായം വിതറി അതിൻ്റെ pH ലെവൽ ചെയ്യുന്നത് നല്ലതാണ്. ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചാക്കോ ആണെങ്കിൽ മണ്ണ് ഇളക്കി ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇവ തുല്യ അളവിൽ ചേർത്ത് ഇളക്കി നടുന്നതും നല്ലതായിരിക്കും. കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഇവ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചത് 4 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഇത് കൂടാതെ തന്നെ പഞ്ചഗവ്യം, ജീവാമൃതം ഇവയൊക്കെ ഒരാഴ്ച ഇടവിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു തക്കാളി കൃഷിയിൽ ചെടി വളർന്നു വരുമ്പോൾ താങ്ങ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തക്കാളി കൂടുതലായിട്ട് വെയിറ്റുള്ള ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ ചെടി താഴോട്ട് പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെടി വളർന്നു വരുമ്പോൾ തന്നെ ഒരു താങ്ങ് കൊടുക്കുക. സ്യൂഡോമോണസ് ലായനി ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. രാസവളം ഒഴിവാക്കുന്നതാണ് ഈ ഒരു കൃഷിക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. അളവ് കൂടിയാൽ ചെടി, ഈ ഒരു രാസവളം ഉപയോഗിക്കുമ്പോൾ അളവ് കൂടിയാൽ തന്നെ ചെടിയൊക്കെ കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. തക്കാളിയെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ഇല ചുരുൾ രോഗം, വേര് ചീയൽ, ഫലം ചീയൽ, പലവിധ കുമിള രോഗങ്ങൾ, ബാക്ടീരിയൽ വാട്ടം എന്നിവ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഈ ബാക്ടീരിയൽ വാട്ടമുള്ള ചെടികൾ അത് വേരോടെ തന്നെ ചെടി നശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ രീതികളിൽ തന്നെ കൃഷി ചെയ്യാവുന്നത്, നമുക്ക് ഇതിൻ്റെ വളങ്ങളൊക്കെ ഈ ഒരു പറഞ്ഞ രീതികളിലൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി കൃഷിക്ക് വളരെ അനുയോജ്യമാണ് എന്ന് മാത്രമല്ല, നമുക്കത് നല്ല കായ് ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുതന്നെയായാലും ഇത് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെയൊക്കെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങളുടെ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അത് വളരെ നല്ലതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പലരുടെയും അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധ്യത കൂടി ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക.